ഹലോ ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ സൊമാറ്റോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അങ്ങനെ CNG വണ്ടി എടുത്തിട്ട് അധികം വീഡിയോസ് ഒന്നും ചെയ്തില്ല. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാനായിരുന്നു പ്ലാൻ. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. നമ്മൾ ഒരു ദിവസം എത്ര കിലോമീറ്റർ ഓടുന്നു, ആ കിലോമീറ്ററിൽ എത്ര രൂപയുടെ CNG അടിക്കുന്നു എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പമ്പിലെത്തി CNG അടിക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി അടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ലോ CNG ഫുള്ള് കഴിഞ്ഞു. ഇത്ര രൂപയുടെ CNG ഇന്ന് അടിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നലെ അടിക്കാൻ ഞാൻ രാത്രി. ഓക്കെ, ലോ ആണ് കഴിഞ്ഞ്. ഈ ലാസ്റ്റ് കട്ട എത്തിയിട്ടും ഒരുപാട് ഓടി, കുറച്ചും കൂടെ ഓടിയാൽ ഇതും ബ്ലിങ്ക് ചെയ്യും, ഫില്ലിങ് CNG എന്ന് കാണിക്കും. ഞാൻ വീട് വരെ എത്തിയിട്ട് ഇത് ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഒരു കട്ട ഇട്ടിട്ട് ഒരുപാട് കയറി. നമുക്ക് എത്ര രൂപയ്ക്ക് ഇത് കയറുന്നു നോക്കാം. അവിടെ വണ്ടി നിറഞ്ഞു പോട്ടെ. നമ്മൾ കൊട്ടിയത്തെ പമ്പിൽ നിന്നാണ് അടിക്കുന്നത്. പിന്നെ CNG ഇവിടെ കുറവാണ്, അതുകൊണ്ട് തന്നെ പിന്നെ പ്രഷർ കുറവായതിനെ കൊണ്ട് തന്നെ ഫുള്ളാവത്തില്ലെന്നാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, പ്രഷർ കുറവായിരുന്നുണ്ട്. നമുക്ക് 125 രൂപയ്ക്ക് അടിക്കാൻ പറ്റുള്ളൂ. സാധാരണ ഫുള്ള് കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും 160 കിട്ടുന്നതാണ്. 160 രൂപയ്ക്ക് അടിക്കാൻ പറ്റുന്നതുണ്ട്. ഇത് ഒരു കട്ട കുറവാണ് കയറിയിരിക്കുന്നത്. ഒരു കട്ട അല്ല, ഇത് കുറച്ച് കൊടുപ്പം തന്നെ ഈ കട്ട കുറയും, ഒരു കട്ടയും കൂടെ കുറയും. അപ്പോൾ ഈ പ്രഷർ കുറയാനെ കൊണ്ടാണ്. അല്ലെങ്കിൽ 160 അടിക്കാൻ പറ്റുമായിരുന്നു. നമ്മളിപ്പം ലാസ്റ്റ് 125 അടിച്ചു CNG. ഓക്കെ, അങ്ങനെ നമ്മൾ ആദ്യം ഓർഡർ എടുക്കാൻ റമീസി വന്നു. സാധനങ്ങൾ കണ്ടപ്പം തന്നെ സന്തോഷമായി. കാരണം ഇത് കിട്ടാൻ മിക്കവാറും 15-20 മിനിറ്റ് എടുക്കും. പനീർ ബട്ടർ മസാല, പനീർ ചില്ലിയാണ്. ഞാൻ എന്താ പറഞ്ഞതുപോലെ 12:50 1 മണിയായി. സാധാരണഗതിയിൽ 2 ഓർഡർ കംപ്ലീറ്റ് ചെയ്യേണ്ട സമയമാണ്. കിട്ടിയില്ല, ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ഇനി കിട്ടിയാലില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ തന്നെ അടിക്കും മിക്കവാറും കേട്ടോ. ഇതാ നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ സാധനം ട്രാൻസ്ഫർ ചെയ്യും. അവിടുന്ന് തന്നെ വീണ്ടും അടിച്ച് 7 കിലോമീറ്റർ പിക്കപ്പോ. ഞാൻ റമീസ് റെസ്റ്റോറൻറ്റിലല്ലേ നിൽക്കുന്നത്. ഞാൻ റമീസ് റെസ്റ്റോറൻറ്റാണ് നിൽക്കുന്നത്, എന്നിട്ട് 7 കിലോമീറ്റർ പിക്കപ്പ് എന്ന്. നമുക്ക് ആ ഫുഡ് റെഡിയാണോ എന്ന് നോക്കാം. ആ ഫുഡ് റെഡിയാണ്ടാ, നമ്മൾ വെറുതെ വെയിറ്റ് ചെയ്തിരുന്നു. അത് റെഡിയാണ്. അത് എങ്ങോട്ടാന്ന് നോക്കട്ടെ. ഇവിടുന്ന് ഇവിടെ 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കൊടുക്കാം. അങ്ങനെ 73 രൂപ കാണിച്ചത്. നമ്മൾ ടോട്ടല് 2 കിലോമീറ്ററിന് അടുത്തേ ഓടിയിട്ടുള്ളൂ. എത്ര രൂപ കിട്ടിയെന്ന് നോക്കേ. $73. സൊമാറ്റോയ്ക്ക് എന്ത് പറ്റി? ഞാനാകെ 2 കിലോമീറ്ററിന് താഴെ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇത് വലുതായിരിക്കണം. ഓക്കെ, മലബാർ മന്തി മനസ്സിൽ 63 രൂപ തൊട്ടാണ്. നമ്മൾ രണ്ടാമത്തെ ഓർഡർ എടുത്തു. മലബാർ മന്തി കൊണ്ടാട്ടം മന്തിയാണ് കേട്ടോ. കൊണ്ടാട്ടം മന്തി എല്ലാ പേര്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓർഡർ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ രണ്ടാമത്തെ ഓർഡർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഡെലിവറി ചെയ്യാം. ഡെലിവറി മാർക്ക് ചെയ്യുന്നുണ്ട്. എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. നമുക്ക് 63 കാണിച്ചത്, 1 രൂപ കുറച്ചു. മറ്റേ നമുക്ക് 73 രൂപ തന്നില്ലേ, അത് മിക്കവാറും ഇങ്ങനെ 1 രൂപ കുറച്ച് പിടിക്കും. അങ്ങനെ നമ്മൾ 3 ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ടോട്ടൽ കിട്ടിയത് 212 രൂപയാണ്. എവിടെ 212 രൂപയാണ്. നമുക്ക് ഒരു കട്ടയും കൂടെ കുറഞ്ഞു. നമ്മൾ ഫുള്ള് കിട്ടിയിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ ഒരു കട്ട കുറഞ്ഞിട്ടുണ്ട്. 46 കിലോമീറ്ററാണ് ടോട്ടൽ ഇന്ന് ഓടിയിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇട്ട് വെച്ച കേട്ടോ, സെറ്റ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ അപ്പോൾ നമ്മൾ 4ാമത്തെ ഓർഡർ എടുക്കാൻ വന്നിട്ടുണ്ട്. നമ്മളെ വണ്ടി പുതിയ വണ്ടി പുതിയ ബാഗ്. ഓക്കെ, നമ്മളങ്ങനെ 4ാമത്തെ ഓർഡർ എടുത്തു. അങ്ങനെ നമുക്ക് 8ാമത്തെ ഓർഡർ വേണ്ടി നമ്മളിവിടെ റൂട്ട്സിൽ വന്ന് നിൽക്കുകയാണ്.
നമ്മളിപ്പോൾ കൊല്ലത്താണ് കേട്ടോ. നമ്മളെ കൊല്ലത്തോട്ട് തട്ടിയപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെറിയ ഓർഡർ. നമുക്ക് CNG വണ്ടി കിട്ടിയതിന് ശേഷം നമുക്ക് ചെറിയ ഓർഡറിനോട് താല്പര്യമില്ല. കണ്ട 22 ഇതും ഒരു 22ആണ്. അങ്ങനെ സമയം 6:47 നമ്മളിപ്പം 14ാമത്തെ ഓർഡർ. എല്ലാം ചെറിയ ഓർഡർ. ഞാൻ പറഞ്ഞു അടുത്ത് ഇത് ഇച്ചിരി വലിയ ഓർഡർ കേട്ടോ. കൊല്ലം റിമീസ് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ടോട്ടൽ 107 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 കട്ടയുണ്ട്. ഈ ഓർഡർ ശക്തികുളങ്ങരയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നേരെ പോയി നീണ്ടകരയുടെ അപ്പുറത്തുള്ള പമ്പിൽ നിന്ന് CNG അടിക്കാം. അപ്പോൾ ഇനി എത്ര രൂപയ്ക്ക് അടിക്കാം കയറുന്നെന്ന് നോക്കാം. 123 അല്ല. അങ്ങനെ നമ്മൾ രണ്ടാമത് CNG ഫില്ല് ചെയ്ത് 123 രൂപയ്ക്കാണ് ഫില്ല് ചെയ്തത്. ഇപ്പോൾ ടോട്ടൽ ഏകദേശം 250 രൂപയ്ക്ക് ആടാ ഫുള്ളായി. ഇവിടെ നിന്ന് നിറയ്ക്കാൻ നേരത്ത് 2 കട്ട ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് തീർന്നില്ലായിരുന്നു. ഫ്രണ്ട്സ്, സമയം 10:07 ആയിട്ടുണ്ട്. നമുക്ക് 19 ഓർഡർ ആയിട്ടേ ഉള്ളൂ. 7 മണിക്ക് ശേഷം ഒരു 15 കിലോമീറ്ററിൻ്റെ ദൂരം അടിച്ചെന്ന് മഴ പെയ്തപ്പം. 10:07 ഇവിടെ വന്നതല്ലേ. ഇപ്പോൾ സാധനം കിട്ടി എത്ര മണിക്കാന്ന് നോക്കി? 10:40. അതിന് എനിക്ക് ഒരു ഓർഡറും കൂടെ വേണം. അതിന് വേണ്ടി ഞാൻ ഈ 1 മണിക്കൂറും കൂടെ നിൽക്കേണ്ടി വരുന്നു. 10:40 ഉണ്ടോ? 10:40. ഇനി ഒരു ഓർഡറും കൊണ്ട് അതുകൊണ്ട് തന്നെ 1 മണിക്കൂറിൻ്റെയും കൂടെ എടുക്കേണ്ടി വരും. ഇതങ്ങ് ചവറയിലും. വല്ലാത്ത ഡിലേ. ആ ഓർഡർ ഡെലിവറി ചെയ്തപ്പോഴത്തേക്കും 11:15 176 രൂപ കിട്ടി. അടുപ്പിച്ച് 150 മേളിൽ കിട്ടി കേട്ടോ. ഓക്കെ, ഇപ്പം നമുക്ക് ടോട്ടൽ പൈസ അടയ്ക്കാനുണ്ട്. പൈസ റീച്ച് ഔട്ടായി. ടോട്ടൽ നമ്മൾ 1081 രൂപ ഉണ്ട്. നമുക്കിനി ഒരു ഓർഡറും കൂടെ വേണം. അതെന്തായാലും കിട്ടും. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ ചവറയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുവാണ്. നമ്മൾ മുമ്പേ അടിച്ച പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പാണ്. അതായത് ആലപ്പുഴയിൽ നിന്ന് ഇപ്പം നീണ്ടകര പാലം എത്തുന്നതിന് മുമ്പുള്ള ഒരു CNG ആണ്. ഇവിടെ CNG ഉണ്ട്. നമ്മൾ മുമ്പേ അടിച്ച HP-യുടെ CNG അപ്പുറത്താണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 3 കട്ട നിലവിലുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ വരപ്പോൾ ഞാൻ എവിടെയെങ്കിലും CNG പമ്പിൻ്റെ അടുത്ത് ഈ 3 കട്ട ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കയറി അങ്ങ് അടിച്ച് ഫില്ലാക്കും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. CNG പമ്പ് എല്ലായിടത്തും ഇല്ലല്ലോ. ഇപ്പം അടിക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് ഞാൻ അടിക്കാത്തതിൻ്റെ കാരണം നമ്മൾ ഇതിലാണല്ലോ എത്ര രൂപയ്ക്ക് CNG അടിക്കുക. നമ്മൾ വീട്ടിലെത്തപ്പോൾ എത്ര കുറ്റി കാണും. എന്നാലും ഇനി 2 കുറ്റി തീരും. നമ്മൾ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടുന്ന് വീട്ടിൽ ഏകദേശം 10-40 കിലോമീറ്ററിനുണ്ട്. ഇനി ഒരു ഓർഡറും കൂടെ എടുക്കാനും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുപോലെ തന്നെ ആ ഒരു കുറ്റി തന്നെ എത്തും. അപ്പോൾ കറക്റ്റ് 250 രൂപയ്ക്കാണെന്ന് CNG അടിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എത്ര ആവും കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, ലാസ്റ്റത്തെ ട്രിപ്പ് ഇവിടെ ഡെലിവറി ചെയ്യാൻ പോവാണ്. വല്ലാത്ത ദിവസമായിട്ട് 12:30 ആയി കേട്ടോ. എത്രയോ നാൾക്ക് ശേഷമാണ് ഞാൻ 12 മണിക്ക് ശേഷം വർക്ക് ചെയ്യുന്നത്. കാരണം CNG അതിനെ കൊണ്ട് ലോങ് അടിച്ചാൽ എടുക്കാനൊരു സന്തോഷം. അങ്ങനെ എടുത്തെടുത്ത് 12:30 ആയ. ഇപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 140 രൂപയാണ് കേട്ടോ. മഴയുടെ 50 രൂപയുടെ കൂട്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് എത്രയും നോക്കാം. 1221 രൂപയും പിന്നെ ഒരു 551 രൂപയും. അത് പിന്നെ നാളെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിൽ എത്തി. ഇപ്പോൾ 1:20 നമ്മൾ ഇന്ന് ടോട്ടൽ ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് 257 കിലോമീറ്ററാണ്. അതായത് 260 കിലോമീറ്റർ. നമ്മൾ അടിച്ചിരിക്കുന്ന CNG 250 രൂപയ്ക്ക് എടുത്തിട്ട് ഏകദേശം 260 കിലോമീറ്റർ ഓടി. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് കൊട്ടിയം വരെ ഒരു 20 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പിന്നെ 20 കിലോമീറ്റർ ഉണ്ടായിരുന്നു. കൊട്ടിയത്ത് എത്തിയതിന് ശേഷം നമ്മൾ 250 രൂപയ്ക്ക് അടിച്ചത്. പക്ഷെ നമുക്ക് വേണ്ട, അവിടെ ഒരു കട്ട ഉള്ളായിരുന്നു. ഇപ്പം വീട്ടിൽ എത്തിയപ്പോൾ 2 കട്ട ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിത് 250 കിലോമീറ്ററും കൂട്ടാം. 250 രൂപയ്ക്ക് 260 കിലോമീറ്റർ കൂട്ടാം. അതായത് 250 രൂപയുടെ CNG അടിച്ച് 260 കിലോമീറ്ററാണ് ഫ്രണ്ട്സ് നമ്മൾ ഓടിയത്. 1.5 ആയിരിക്കും കുറ്റിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 230 തൊട്ട് 280, 300 കിലോമീറ്ററൊക്കെ ഒരു ദിവസം ഓടും. ഇപ്പം ഇന്ന് ഓടിയിരിക്കുന്നത് 260 കിലോമീറ്ററാണ്. 257.8 കിലോമീറ്ററാണ് ഇന്ന് ഓടിയിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏകദേശം 1780 സംതിങ്
പിന്നെ നാളെ അപ്ഡേറ്റ് ആപ്പം സ്ക്രീൻഷോട്ട് ഇട്ടുതരാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.